വിത്ത് ഫ്യൂച്ചർ ഡോക്ടേഴ്സ് എന്ന് പറയുന്ന പ്രോഗ്രാമിൽ നമ്മളെ കൂടെ ഉള്ളത് ഡോക്ടർ തെഴ്സിൻ നെടുവഞ്ചേരി സാറ് അസ്റ്റർ ബിംസിൽ കാർഡിയോളജിൻ്റെ ഹെഡാണ്. നിങ്ങൾ ശരിക്കും ലോങ് റൺ ഓടാൻ വിചാരിച്ചു. കുറേ നിങ്ങളോട് പറയുകയാണ് ഒരു 10 കിലോമീറ്റർ ഓടണം എന്ന് പറഞ്ഞാൽ എങ്ങനെ ഓടുക? ഭയങ്കര ഫാസ്റ്റായിട്ട് ഓടും? ഇല്ല, വളരെ സ്ലോ ആയിട്ട് അവിടം വരെ എത്തണ മാതിരി ഓടും. എന്നിട്ട് ഫുൾ മാർക്കാണ് ഇടുന്നത്. ഫുൾ 10 കിലോമീറ്ററിൻ്റെ മാർക്കാണ് ഇടുന്നതെന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? പതുക്കെ ഫുൾ അവിടം വരെ എത്താൻ നോക്കും, അല്ലേ? അതേസമയം നിങ്ങളോട് പറയുകയാണ് മാർക്ക് ഈ 10 കിലോമീറ്ററിലില്ല, ഇടയിലുള്ള ഒരു 1/2 കിലോമീറ്ററിനെ മാർക്ക് ഇടുന്നുള്ളൂ. നിങ്ങൾ ഫുൾ ഓടുമോ? ഇല്ല. ആ 1/2 കിലോമീറ്റർ എത്തുന്നവരെ ആയം പോലെ നടക്കും. 1/2 കിലോമീറ്റർ എത്തുമ്പോൾ ഒറ്റ ഓട്ടം ഓടും. 1/2 കിലോമീറ്റർ കഴിയുമ്പോൾ ഒറ്റ ബ്രേക്ക് ഇടലിടും. പിന്നെ പതുക്കെ വീണ്ടും നടക്കും. പിന്നെ ഓടുമോ? ഇല്ല. ആ നിങ്ങളുടെ അസസ് ചെയ്യണ ആ 1/2 കിലോമീറ്റർ അല്ലേ, ആ 1/2 കിലോമീറ്ററിലാണ് നിങ്ങളിപ്പോഴും. അപ്പോൾ നമ്മൾ കറക്റ്റ് ആ ടൈമിൽ സ്പേർട്ട് ചെയ്യാൻ ഇല്ലെങ്കിൽ, നമ്മൾ ആ കറക്റ്റ് ടൈമിൽ ക്വിക്കായിട്ടില്ലെങ്കിൽ നമ്മൾ ഔട്ടാവും. ഞാൻ കുറേ ഓടിയതാണ്ട് കാര്യമുണ്ടോ? ഇല്ല. അപ്പോൾ ഒരാൾ ഇപ്പോൾ ഈ 1/2 കിലോമീറ്റർ ചെയ്യുന്നുള്ളൂ. ഫസ്റ്റ് പോയിന്റ് മുതൽ അറ്റം വരെ കണ്ടിന്യൂസ് ഒരാൾ ഓടി. വേറെ ആൾ ഫസ്റ്റ് പോയിന്റ് വരെ ഇതുവരെ ആയം പോലെ നടന്നു. ഈ പോയിന്റിൽ ഒരു ഒറ്റ ഓട്ടോടി സ്പ്രിൻറ്റ് ചെയ്തു. സ്പ്രിൻറ്റിങ് വിൽ ബി ഫാസ്റ്റർ, റൈറ്റ്? അത് കഴിഞ്ഞിട്ട് വീണ്ടും അയാൾ സ്ലോ ആയി. ആർക്കായിരിക്കും മാർക്ക് ഉണ്ടാവുക? ഈ സ്പ്രിൻറ്റ് ചെയ്ത ആൾക്കേ ഉണ്ടാവുള്ളൂ, അല്ലേ? എൻ്റെ ലൈഫിൽ നിന്ന് ഞാൻ എക്സാമ്പിൾ പറഞ്ഞതാണ്. പിന്നെ സാറിൻ്റെ ക്ലാസ് കിട്ടി. ഇപ്പോൾ എങ്ങനെ പഠിക്കണ്ടേ, ടൈം എങ്ങനെ ഷെഡ്യൂൾ ചെയ്യേണ്ട എല്ലാം കാരണം സാറ് പറഞ്ഞെന്ന് എനിക്ക് വേണ്ടതൊക്കെ ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഇന്ന് തൊട്ട് കറക്റ്റ് പഠിക്കാൻ തുടങ്ങും. ആ ഡോക്ടർ എന്നൊക്കെ പറയുമ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരുപാട് നമുക്ക് സേവനങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റും. നമ്മളെ കുടുംബത്തിനും നാടിനും നമുക്ക് നമ്മളേതായ രീതിയിലുള്ള കിട്ടും, അക്സെപ്റ്റൻസ് കിട്ടും, അംഗീകാരം കിട്ടും. പ്ലസ് ഒരുപാട് ആൾക്ക് നമുക്ക് സർവീസ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇതൊക്കെ ഇതിൽ നമ്മൾ പഠിച്ചേ മതിയാവും. പഠിക്കേണ്ട ടൈമിൽ പഠിച്ചോളാം. ഡിസിപ്ലിനും കൺസിസ്റ്റൻസി നിങ്ങളുടെ ലൈഫിൽ, അത് ഇവിടെ നിന്ന് മാത്രമല്ല ത്രൂ ഔട്ട് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ കീപ്പ് ചെയ്യണം. അത് പിന്നാവട്ടെ എന്ന് അങ്ങനെ വെച്ച് നിൽക്കരുത്. ഇപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് നിങ്ങൾക്ക് പറഞ്ഞാൽ നല്ലൊരു ഫെസിലിറ്റി ഉണ്ട്, ടൈമും ഉണ്ട്. സാർ ഇവിടുന്ന് എന്താണ് അവർ പറയുന്നത് അത് നിങ്ങൾ ഫോളോ ചെയ്യുക. കറക്റ്റായിട്ട് നിങ്ങളുടെ സിലബസ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം, എന്താണ് എങ്ങനെ പഠിക്കേണ്ടതെന്നുള്ളത് അത് കറക്റ്റ് മനസ്സിലാക്കുക.